ഹലോ, ഹാപ്പി ലൈഫ് 333 എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു, മഴക്കാലത്ത് വിങ്ക ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് അടയ്ക്കയുടെ തോട് അല്ലെങ്കിൽ അടക്കാച്ചപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിങ്ക ചെടി നടാനുള്ളൊരു പോട്ട് മിക്സ് റെഡിയാക്കുന്നത്. വിങ്ക മാത്രമല്ല, പിറ്റോണിയൊക്കെ ഇതിൽ നടാം. പക്ഷേ പിറ്റോണി മഴക്കാലത്ത് ഇതുപോലെ നടുമ്പോൾ സക്സസ് ആവുന്നില്ല. അതുകൊണ്ട് വിങ്ക കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വിങ്കച്ചെടി നടുന്ന രീതിയെക്കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ പോട്ട് മിക്സ് ഉപയോഗിച്ച് വിങ്കച്ചെടി എങ്ങനെ നടാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ഇവിടെ കുറവാണ്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇത് നടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ചാണകപ്പൊടി ഇടാം, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് വിങ്ക പിടിച്ചു കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായത് നമുക്ക് ഈ അടക്കാച്ചപ്പ് ഈ പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അടക്കാച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ചാണകപ്പൊടി, വീണ്ടും അടക്കാച്ചപ്പ്, അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ചാണകപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ കുറച്ചേ ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ അടക്കാച്ചപ്പ് കുറച്ച് അധികം ഇട്ടിട്ട് ചാണകപ്പൊടി ഞാൻ വളരെ കുറച്ചാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ചിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അടക്കാച്ചപ്പ് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടി കുറച്ച് വലുതാവുന്ന സമയത്ത് പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് വേരിന്ന് പൊട്ടി വരും ഇത്. കാരണം ഇതിൽ മണ്ണിടുന്നില്ലല്ലോ, വെറും അടക്കാച്ചപ്പ് മാത്രമല്ലേ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. മാക്സിമം ഏറ്റവും നന്നായിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി കുറച്ചായതുകൊണ്ട് എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം നന്നായിട്ട് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷവും കേട്ടോ. ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. അപ്പോൾ ചാണകപ്പൊടി എൻ്റെ അടുത്ത് ഇല്ലതിനനുസരിച്ചിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. വീണ്ടും ഇതിന് മുകളിലേക്ക് ഞാൻ വീണ്ടും അടക്കാച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അടക്കാച്ചപ്പ് അത്യാവശ്യം നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ 2 പ്രാവശ്യം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഞാൻ അടക്കാച്ചപ്പാണ് ഇതിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി തോടും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ചാണകപ്പൊടി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി അടക്കച്ചപ്പും കൂടി ഞാൻ ഇതിലേക്ക് നിറക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചാണകപ്പൊടി മുഴുവനായിട്ട് ഞാൻ ഇതിലിട്ട് കൊടുത്തു. ബാക്കി വരുന്ന അടക്കയുടെ തൊണ്ട് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്താണ് ഈ പോട്ട്. ഈ ഫോട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലത്തെ വിങ്ക ചെടിയാണ് ഇതിൽ നടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം റൂട്ടൊക്കെ കണ്ടോ, നന്നായിട്ട് റൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ വിങ്ക ആയാലും പിറ്റോണി ആയാലും ഇതുപോലെ തന്നെ ജിഫിയിൽ തന്നെയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ജിഫി കാണുന്നുണ്ടല്ലോ, അപ്പോൾ ജിഫി ഒന്ന് കവർ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഈ വേരൊക്കെ പുറത്ത് സൂര്യപ്രകാശം കൊള്ളുന്ന സമയത്ത് വേരൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ജിഫി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അടക്ക ചപ്പെടുത്തിട്ട് നമ്മൾ ഇതിലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ജിഫിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുകയേ വേണ്ടു, വേറെ ബുദ്ധിമുട്ടില്ല. നമ്മുടെ കൈക്ക് ചളി പറ്റുമോ അല്ലെങ്കിൽ പോട്ടി മിക്സ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയതുകൊണ്ട് വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും അസുഖമുള്ളവർക്കോ അല്ലെങ്കിൽ പ്രായമായവർക്കോ എല്ലാം വളരെ എളുപ്പത്തിൽ എടുത്തു മാറ്റാനുള്ള സൗകര്യം വളരെ എളുപ്പമുള്ളൊരു പോട്ട് മിക്സാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടെല്ലാം ഈ പോട്ട് മിക്സ് നട്ടാൽ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നിറച്ച് ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. അതായത് ഞാൻ കുറച്ച് വെള്ളം തളിക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അടക്കാച്ചപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കുറച്ച് തളിച്ച് കൊടുക്കണം. ഏകദേശം 1 കപ്പോളം മതി. തളിച്ച് കൊടുക്കുന്ന സമയത്ത് അടക്കാച്ചപ്പ് വെള്ളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എല്ലാം വേസ്റ്റായിട്ട് വെറുതെ പോകും. അപ്പോൾ കുറച്ച് തളിക്കുന്ന സമയത്ത് അടക്കാച്ചപ്പ് അതിനാവശ്യമുള്ളത് അത് സേവ് ചെയ്ത് വെച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഈ വെള്ളം തളിക്കാൻ പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് 1 കപ്പ് വെള്ളം അത്യാവശ്യം മതി. മൊത്തമായിട്ടൊന്ന് തളിച്ച് കൊടുക്കുക. കണ്ടോ, എനിക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഈ വിരൽ കൊണ്ട് ഇത് പൊക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ രീതിയിൽ നട്ട് നോക്കാം. ഞാനിത് അത്യാവശ്യം നല്ല മഴ കൊള്ളുന്ന രീതിയിൽ തന്നെ സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഫുൾ ടൈം മഴവെള്ളം ഫുൾ ടൈം കിട്ടുന്ന സ്ഥലത്താണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇടയ്ക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ ആ വെള്ളം കൊള്ളുന്ന സമയത്ത് അത് വീണ്ടും അമർന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടക്കച്ചപ്പ് ഇനിയും ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വേറെ രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ ചെടിയിൽ തന്നെ ഞാൻ ഏകദേശം കുറച്ച് ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നോക്കാം. ഏകദേശം ഇതൊരു അര ബക്കറ്റ് വെള്ളമുണ്ട്.
അപ്പോൾ ആദ്യം നമ്മൾ തളിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നനഞ്ഞിട്ടുണ്ട് അടക്കാച്ചപ്പ്. വീണ്ടും നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെടിക്ക്. കാരണം മഴ ഡെയിലി കിട്ടുന്നതല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ, വെറുതെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളം നന്നായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളം നമ്മൾ ഒഴിച്ച പോലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മഴ എത്ര പെയ്താലും ഇതുപോലെ ഇതിൽ തങ്ങി നിൽക്കില്ല, വെള്ളം നിൽക്കാതെ ഫുള്ള് ഡ്രൈ ആയിട്ട് നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചത്. കണ്ടോ, ഒരു തുള്ളി വെള്ളം നിൽക്കില്ല, മൊത്തമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും. ഓൾറെഡി അടക്കാതെ ചപ്പ് വെള്ളം പിന്നെ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ള വെള്ളമൊക്കെ മഴ എത്ര പെയ്താലും ഇതുപോലെ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു പിന്നെ എന്താ പറയുക പോട്ട് മിക്സാണ് ചെടിക്ക്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ആ രീതിയിൽ നട്ടതാണ്. വിങ്കയുടെ പല പല കളേഴ്സ് ഞാൻ ഇതിൽ നട്ട് ആദ്യം ഒരെണ്ണത്തിൽ പരീക്ഷണം നടത്തിയിട്ട് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ട് എല്ലാവരോടും പറയുന്നത്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നട്ടു വെച്ചത്. പക്ഷെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ വേനൽക്കാലത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2ഉം 3ഉം ചിലപ്പോൾ 4 പ്രാവശ്യമൊക്കെ നനക്കേണ്ടി വരും. പെട്ടെന്ന് വെള്ളമില്ലാതെ ചെടി ഉണങ്ങിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേനൽക്കാലത്ത് ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് കുഴപ്പമില്ല. വേനൽക്കാലത്ത് ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും. ഇപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ വെള്ളം വേനൽക്കാലം വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ ആ ചെടികളൊക്കെ പറിച്ചിട്ട് വേറൊരു മണ്ണുള്ള പോട്ട് മിക്സിൽ നട്ടു വെക്കും. അപ്പോൾ മണ്ണാകുമ്പോൾ കുറച്ച് അത്യാവശ്യം എപ്പോഴും ഒരു ചെടി പോലെ ഉണ്ടാവുകയും ചെയ്യും, നമുക്കധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആ വേനൽക്കാലം വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആക്കും. മഴക്കാലം വരുമ്പോൾ മാറ്റി ഇതിലേക്ക് നടും. കുറച്ച് റിസ്ക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് നടാന്ന് വെച്ചാൽ. പക്ഷേ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഇതുപോലെ പൂക്കൾ നിറഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്നവരും എന്തായാലും കുറച്ച് ചെടിക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിങ്ക ചെടിയോ അതുപോലെ തന്നെ പിറ്റോണിയുടെ വിത്തോ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പറായിട്ട് ബന്ധപ്പെടുക. കൂടാതെ ചെടിക്ക് മാത്രമല്ല, ചെടിയായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ ചെയ്തത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ പറ്റുന്ന രീതിയിൽ, കാരണം വീഡിയോ എടുക്കാൻ വേറെ ആരും സഹായവും ഇല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ക്ലിയർ ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി, കോൾ ചെയ്യരുത്. വാട്സപ്പ് ചെയ്താൽ പിന്നെ ഞാൻ എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീപ്ലൈ തരും. ഒരുപാട് വൈകിപ്പിക്കില്ല. നിങ്ങൾക്ക് ഈ വിങ്ക നടുന്നതിനെ കുറിച്ചോ വിങ്കയുടെ കെയറിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചിലപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ ഒരേ സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എല്ലാവർക്കും കാണാനും അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിക്കുമല്ലോ. അപ്പോൾ നല്ല കാര്യമല്ലേ. അതുപോലെ തന്നെ പിറ്റോണിയുടെ വിത്തുകൾ റെഡിൻ്റെയും സ്റ്റാറിൻ്റെയും അതുപോലെ തന്നെ മിക്സഡ് കളറും കുറച്ച് വെറൈറ്റി പിറ്റോണിയുടെ കുറച്ച് റെയർ പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളവർ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ, ഞാൻ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടീനെ പറ്റിയിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്താലും അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ അതിന് റീപ്ലൈ തരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ഓഫ് യു, താങ്ക് യു.